ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഓം ശ്രീ ലളിതാംബികായേ നമ. ഇന്ന് നമ്മൾ പറയാൻ പോണത് ദേവി മഹിമാനുവർണ്ണനാണ് കേട്ടോ. ദിവസം 9 നമ്മുടെ സൂതമുനിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉപപുരാണങ്ങളും പുരാണങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ശ്രീ ശുഗനും സൂതനും ഒരുമിച്ചാണ് പഠിച്ചതെന്നും പറയുകയുണ്ടായി. അപ്പോ നമ്മുടെ ഋഷിമാർക്കൊരു സംശയം. അവര് സൂതമുനിയോട് ചോദിക്കുകയാണ്, വ്യാസന്റെ ഏതു ഭാര്യയിലാണ് ശ്രീശുഗന്റെ ജനനം? അരണി കടഞ്ഞുണ്ടായ അഗ്നിസ്ഫുല്ലിംഗത്തിൽ നിന്നുമാണ് അദ്ദേഹം ഉണ്ടായതെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ജനിച്ച ഉടനെ അദ്ദേഹം യോഗിയായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ഈ പുരാണം പഠിച്ചത് എന്ന് വീണ്ടും സംശയം ഋഷിമാർക്ക്. സൂതൻ ഇതെല്ലാം കേട്ടിട്ട് മറുപടി പറയാണ്. പണ്ട് പണ്ട് സരസ്വതി നദിയുടെ തീരത്ത് ഒരു മരത്തില് 2 കിളികളെ വ്യാസൻ കാണുകയുണ്ടായി. ഈ 2 കുഞ്ഞു കിളികളുടെ ആ ചുവന്ന ചോരവായയില് തീറ്റ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ശ്രമിച്ചു ക്ഷീണിച്ചിരിക്കുന്ന 2 കുഞ്ഞു കിളികളെയും വ്യാസൻ കണ്ടു. എത്ര ക്ഷീണിച്ചു എന്ന് പറഞ്ഞാലും കുഞ്ഞു കിളികളോടുള്ള സ്നേഹവാത്സല്യം പ്രകടിപ്പിക്കുന്നതിൽ ആ 2 കിളികളും ഒരു കുറവും വരുത്തിയില്ല. ആ ഇണക്കുരുവികൾക്ക് തന്റെ കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു സ്നേഹം കണ്ടിട്ട് വ്യാസന് വളരെയധികം ചിന്തിതനായി. മൃഗങ്ങൾക്ക് തങ്ങളുടെ മക്കളിൽ ഇത്രയധികം വാത്സല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? മനുഷ്യരാണെങ്കിൽ കർമ്മഫല കാംക്ഷികൾ കൂടെയാണ്. അപ്പോ ഈ കുരുവിക്കുഞ്ഞ് വലുതായി വിവാഹം കഴിച്ചിട്ട് ആ വധുവിന്റെ മുഖം കണ്ട് സന്തോഷിക്കാനോ അല്ലെങ്കിൽ ധർമ്മിഷ്ഠനായ ഈ മകൻ തനിക്ക് ഉദകക്രിയ ചെയ്യുമെന്ന് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഈ കിളികൾക്ക് വേണ്ടിയിട്ട് ഈ കുഞ്ഞു കിളികള് ഭാവിയിൽ ശ്രാദ്ധം കഴിക്കാൻ പോകണ്ടോ? അതുമില്ല. ലോക ജീവിതത്തിലെ സുഖം എന്ന് പറയുന്നത് തന്നെ പരലോക പ്രാപ്തിക്ക് സഹായിക്കുന്ന പുത്രനെ ആലിംഗം ചെയ്യുക എന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ പുത്രനുള്ളവനെ സ്വർഗാധികാരം ഉള്ളൂ എന്ന് ചുരുക്കം. പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട്, പുത്രനുള്ളവൻ പാപമുക്തനാണ് എന്ന്. മൃത്യുകാലത്ത് പുത്രനില്ലാതെ ദുഃഖിക്കുന്ന ഒരാള് വീട്ടിലെ ധനവും മറ്റു കാര്യങ്ങളൊക്കെ ഇനി ആരാണ് നോക്കുക, ആരതൊക്കെ നോക്കി നടത്താന്ന് ആലോചിച്ച് വ്യാകുലപ്പെട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്ര ആലോചിച്ചു കഴിഞ്ഞപ്പോഴേക്കും വ്യാസൻ വിചാരിച്ചു, ഒരു കാര്യം ചെയ്ത് തപസ് ചെയ്യാമെന്ന് കരുതി മേരു പർവ്വതത്തിലേക്ക് അദ്ദേഹം വേഗം തന്നെ പുറപ്പെട്ടു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു സംശയമായി. ഏത് ദേവനെ ഉപാസിച്ചാലാണ് തന്റെ അഭിഷ്ടം സാധിക്കുക എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചൊരു കാര്യം ചെയ്യാം, വിഷ്ണുവിനെയോ രുദ്രനെയോ ബ്രഹ്മാവിനെയോ പ്രാർത്ഥിക്കാം. അതോ ഇനിയിപ്പോ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കണോ? ഇനി അഗ്നിയെ പ്രാർത്ഥിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഷൺമുഖനെ പ്രാർത്ഥിക്കാം, അതല്ലെങ്കിൽ വരുണനെ പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നാരദൻ അവിടേക്ക് വരുന്നത്. എല്ലാ കുശലങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ നാരദൻ ചോദിച്ചു, എന്താണ് വ്യാസ മുഖത്തൊരു ദുഃഖം? പുത്രൻ ഇല്ലാത്തവന് ഗതിയില്ലല്ലോ മുനി. അപ്പോ അതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഏത് ദേവനെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാലാണ് എൻ്റെ ആഗ്രഹം സഫലമാവാന്നുള്ളത് മനസ്സിലാവണില്ല. അങ്ങാണെങ്കിൽ സർവജ്ഞാനിയാണല്ലോ, അപ്പൊ ദയവായിട്ട് പറഞ്ഞു തന്നാലും എന്ന് പറയാണ്. ഇത് കേട്ടതും നാരദൻ വ്യാസനോട് പറയാണ്, നോക്കൂ വ്യാസ, പണ്ട് എൻ്റെ അച്ഛൻ മഹാവിഷ്ണുവിനോട് ഇതേ ചോദ്യം ഒരിക്കൽ ചോദിച്ചതാണ്. കൗസ്തുഭം മാറിനെ അലങ്കരിക്കുന്നവനും ദേവദേവനും ശംഖചക്രാദികൾ ധരിച്ചവനും സർവലോകത്തിനും കാരണവുമായ പീതാംബരധാരിയായ സാക്ഷാൽ മഹാവിഷ്ണു സ്വയം ഉഗ്ര തപസ്സിൽ മുഴുകിയിരിക്കുന്നത് കണ്ടിട്ട് ബ്രഹ്മാവ് വളരെയധികം അത്ഭുതപ്പെട്ടു. ബ്രഹ്മാവ് ചോദിച്ചു, ദേവദേവ, എന്തിനാണ് അങ്ങ് തപസ് ചെയ്യുന്നത്? സർവജഗത്തിന്റെയും നാഥനായ അങ്ങ് ധ്യാനത്തിലിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വിസ്മയം തീരുന്നില്ല. അങ്ങയുടെ നാഭിയിൽ വിരിഞ്ഞ താമരയിലാണല്ലോ ഞാനുണ്ടായത്. സൃഷ്ടികർമ്മങ്ങൾ അങ്ങ് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞതാണ്. അങ്ങയേക്കാൾ ആരാധ്യനായ ദേവനോ? അതാരാണ്? കാരണവും കാര്യവും അങ്ങാണ്. അങ്ങയുടെ ഇച്ഛയ്ക്കൊത്ത് ഞാൻ സൃഷ്ടിക്കുന്നു. മഹേശ്വരൻ ഉചിതമായ അവയെ സംഹരിക്കുന്നു. അങ്ങയുടെ ആജ്ഞാനുവർത്തികളാണ് ഞങ്ങൾ 2 പേരും. അഗ്നിയും സൂര്യനും അനിലനും മേഘവും എല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിലാണ്. എന്നിട്ടും അങ്ങ് മറ്റൊരു ദേവനെ ഉപാസിക്കുന്നു. എത്ര അത്ഭുതം! അങ്ങയുടെ രഹസ്യം എന്തെന്ന് പറഞ്ഞു തന്നാലും മഹാത്മാക്കൾക്ക് ഒളിക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ആര്? ബ്രഹ്മാവ് വിഷ്ണുവിനോട്.
ഇത് കേട്ട് വിഷ്ണു ഭഗവാൻ പറയാണ്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായ നാം ത്രിമൂർത്തികൾക്ക് സൃഷ്ടി സ്ഥിതി സംഹാര പ്രഭാവങ്ങളുണ്ടെന്നാണ് പൊതുവേയുള്ള ധാരണ. എന്നാൽ നാം ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് പരാശക്തിയുടെ കൽപ്പനയനുസരിച്ചാണ്. വിശ്വസൃഷ്ടിക്ക് പിറകിൽ രാജസ്വരൂപത്തിൽ നിന്നിലും സ്ഥിതി പരിപാലനത്തിനായി സാത്വിക രൂപത്തിൽ എന്നിലും സംഹാരത്തിനായി താമസ രൂപത്തിൽ രുദ്രനിലും ദേവിയാണ് നിലകൊള്ളുന്നത്. ദേവിയുടെ ശക്തി സ്രോതസ്സില്ലാതായാൽ നാം എല്ലാം തേജരാവും. ശക്തിക്ക് അധീനരാണ് നാം എന്ന് കാണിക്കാൻ പല ദൃഷ്ടാന്തങ്ങളും ഞാൻ പറഞ്ഞു തരാം. ആദിശേഷൻ എന്ന മെത്തയിൽ ഞാൻ ഉറങ്ങുന്നു. കാലമാവുമ്പോൾ ഞാൻ ഉണരുന്നത് ആ ശക്തിയുടെ പ്രഭാവത്തിലാണത്രേ. ഞാൻ ആ ശക്തിയുടെ ബലത്തിലാണ് തപസ് ചെയ്യുന്നതും ലക്ഷ്മിയുമായി വിഹരിക്കുന്നതും. ചിലപ്പോൾ എനിക്ക് അസുരവർഗവുമായി ഏറ്റുമുട്ടേണ്ടതായും ഭയങ്കരമായ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടതായും വരുന്നു. പ്രളയജലത്തിൽ നിന്നുകൊണ്ട് ഞാൻ 5000 കൊല്ലം മല്ലയുദ്ധം ചെയ്ത കാര്യം അങ്ങേക്കറിയാം. എൻ്റെ കർണമലത്തിൽ നിന്നുണ്ടായ മധുകൈഠപന്മാരെ ഞാൻ വധിച്ചത് ദേവിയുടെ പ്രഭാവത്താലാണ്. ആ ദേവിയാണ് എല്ലാത്തിൻ്റെയും പരമകാരണമെന്ന് അങ്ങേക്കറിയാം. പിന്നെ എന്തിനാണ് വീണ്ടും അതേപറ്റി ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഭഗവാൻ വിഷ്ണു ബ്രഹ്മാവിനോട്. ആ ഭഗവതിയുടെ ഇച്ഛയ്ക്കൊത്താണ് ഞാൻ ജീവിക്കണത്. യുഗം തോറും അവതാരങ്ങൾ കൈക്കൊള്ളുന്നതും ദേവിയുടെ ഇച്ഛയ്ക്കൊത്താണ്. മൃഗങ്ങളായി ജനിക്കാൻ ആരാണ് ഇഷ്ടപ്പെടുക? എന്നാൽ ദേവി അതിനായി കൽപ്പിച്ചാൽ നാം അനുസരിക്കുക തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആമയായും പന്നിയായും ഒക്കെ ജനിക്കുന്നു. എൻ്റെ അർദ്ധാംഗിനിയായിട്ടുള്ള ലക്ഷ്മിയെ വിട്ടിട്ട് ഈ മീനൊക്കെ ആയിട്ട് ജനിക്കാനായിട്ട് ആരാണ് പോവുക? സുഖമായി ഉറങ്ങാനുള്ള മെത്ത വേണ്ടെന്ന് വെച്ചിട്ട് ഗരുഡന്റെ പുറത്തേറി യുദ്ധം ചെയ്യാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത്? പണ്ട് വില്ലിന്റെ ഞാൻ പൊട്ടി എൻ്റെ തല തെറിച്ചു പോയതും അത് കണ്ട് അങ്ങ് എനിക്കൊരു കുതിരത്തല വച്ചു തന്നതും ഓർമ്മയുണ്ടല്ലോ. എനിക്ക് ഹയാനനൻ എന്ന പേരുണ്ടായത് അങ്ങനെയാണ്. എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ ബ്രഹ്മദേവ? ഞാനും പരാശക്തിക്ക് അധീതൻ മാത്രാണ്. ചതുർമുഖ, ആ ദേവിയെ പ്രീതിപ്പെടുത്താൻ ഞാനും നിത്യവും ദേവി ധ്യാനം ചെയ്യുന്നുണ്ട്. ആ ഭഗവതിക്ക് മുകളിലായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല എന്ന് പറയുകയാണ്. ഭഗവാൻ ശ്രീ വിഷ്ണു ബ്രഹ്മദേവനോട് പറഞ്ഞു അത്രേ. ഇത്രയും കഥ പറഞ്ഞ ശേഷം നാരദര് വ്യാസമുനിക്ക് പറഞ്ഞു കൊടുക്കാണ്, ഇപ്പൊ കേട്ട കഥ ഉണ്ടല്ലോ, ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പൊ നിങ്ങള് ആ ദേവിയുടെ കാലടികളെ പ്രാപിച്ചു കഴിഞ്ഞാല് എല്ലാ അഭിഷ്ടങ്ങളും പരാശക്തി നടത്തി തരും എന്ന് പറയാണ് നാരദൻ വ്യാസനോട്. ഈ കഥ സൂതൻ മുനിമാർക്ക് പറഞ്ഞു കൊടുക്കാണ്. നാരദൻ പറഞ്ഞത് കേട്ട് സത്യവതിയുടെ പുത്രനായ വ്യാസൻ ദേവീഭജനത്തിനായിട്ട് മഹാമേരുവിലേക്ക് പോയി എന്നാണ് സൂതൻ ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അടുത്തത് പറയാൻ പോണത് ഹയഗ്രീവ അവതാരത്തെ കുറിച്ചാണ്. അടുത്ത ദിവസം നമുക്ക് കേൾക്കാട്ടോ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.